ക്രിസ്മസ് ഫ്രണ്ടിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ക്രിസ്മസ് ഫ്രണ്ട്സിനുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക്, തിരിഞ്ഞു നോക്ക്. അങ്ങനെ അതങ്ങനെ നീ എടുത്തോട്. ആരാണ്? ഞാൻ ഇത് ക്ലിയർ ആയിട്ട് ഞാൻ ഗസ് ചെയ്തല്ല. കാല് പെട്ടി എന്തിനാണ്? ഇനി അത് മഹത്തിന്റെ മുഖം ലച്ചുവിനെ ചേർത്ത് ഒരു പൊടിക്ക് താഴെ. അതായത് ഇതിന്റെ മുകളിലുള്ള ഗ്യാപ്പ് കുറച്ച് കുറവായിരിക്കും. ലക്ഷണം ഉണ്ട്. തോൽവികൾ പലരും നല്ലപോലെ പിടിച്ചു വെച്ചോണ്ടിരുന്നെ. നീ ആ ഗിഫ്റ്റ് നോക്കിക്കൊണ്ടിരുന്നു. ഒരു ചെറിയ അതെ ഞാൻ പറഞ്ഞ എന്റെ ഗസിംഗ് ഒന്നും തെറ്റില്ല. ഇനിയുള്ളതാണ് കണ്ടുപിടിക്കാൻ പാടില്ല. ബാക്കി അത് ഗസിംഗ്. അമ്മയ്ക്ക് ആരാ പറഞ്ഞ? അച്ഛൻ ആരാ പറഞ്ഞ? പറ. പിന്നെ എന്തൊരു ഗസിംഗ് ഇതില്? എടുത്തെടുത്ത് ആരെ ചെക്കാണ്, ഒരു ബ്ലാങ്ക് ചെക്ക്. തുറന്ന് വായിക്കണേ. ക്യാമറ നോക്കിയോ? വലിച്ചു വേണ്ട. ക്യാമറ കണ്ണുകൾ വലിച്ചു വാരി. എന്തോ ഈ ലൈറ്റ് വരാത്ത വലിച്ചു പറടാ. 4 ചക്ര വാഹനത്തിലുണ്ട് അവന്റെ അടുത്ത ഹിന്ദി. എവിടെ ഉണ്ട്? തുറക്കേണ്ട ആവശ്യമില്ല, ഡോറിൽ തന്നെ ഇരിക്കും.
എന്നിട്ട് അതിനെ ചുണ്ടിനെ എടുത്ത് ഇതാ ഇതിൽ ഫ്ലാഷ് ഉണ്ട്. ഹരിതവർണ്ണ കൂടിൽ കൊണ്ട് അടുത്ത ഹിന്ദി. ഹരിതവർണ്ണ കൂടിലുണ്ട് അടുത്ത ഹിന്റ്. പോ. ഇതിലെവിടെ ഹരിതവർണ്ണ കൂട്? എനിക്ക് ആ ഗിഫ്റ്റ് വേണ്ട. പച്ചക്കൂട്. പച്ചക്കൂടിനകത്തുണ്ട്. ഇതൊരു രസമല്ലേ? അതായത് പച്ചക്കൂട്. ഹരിതവർണ്ണ കൂട്. പച്ചക്കൂട് കണ്ടോടി. ആ കിട്ടി കിട്ടി കിട്ടി. ആദ്യം ഇവിടെ അതിന് വലിച്ചു വാരി. നീ ഒന്നുകൂടെ നോക്ക്. ഇത് കിട്ടിയില്ലെങ്കിൽ gift വേണ്ട, രക്ഷപ്പെടുത്തോണ്ട് പോ. വലിച്ചു വാരിടാ. ഉറക്കെ വായിക്കും. ചെമ്പ് പാത്രത്തിന്റെ അടിയിലുണ്ട് ഞാൻ. അമ്മ ചെമ്പ് ഇവനാണെങ്കിൽ ചെമ്പ് പാത്രമല്ലേ കോഴിക്കൂട്ടിലാണ്. ഞാൻ ഇതിനിടെ ഞാനല്ലേ കയറ്റി കമ്മ ശവായി. ഞാൻ കയറുന്നില്ല. നീയോ ഇങ്ങോ. പെട്ടെന്ന് വന്നാണ്. ചെമ്പ് പാത്രത്തിന്റെ മുട്ടായിക്കോട്ടെ അടുത്ത്. മാറേ. ഇത് ഞാൻ എന്റെ തുണിയുടെ ഇടയിൽ ഇരുന്നല്ലേ ഞാൻ ചെവന്റെ എന്തോ സാധനം? അടുത്ത് ഞാൻ. എടാ, എടുത്തടാ. മതി മതി. വാ. കിട്ടിപ്പോയി എന്ന്. എന്തിനാണ്? റെക്കോർഡിംഗ് ആണ്, പക്ഷേ ഇതിൽ ബാക്കിയുള്ളത് അതിനില്ല. ഇനി അച്ഛനെ കിട്ടിയത് ആരെന്ന് പറയണം. എന്ത് കാണിച്ചു? ഡിജിറ്റൽ വാച്ച്. ഇനി അമ്മ. ഗ്രാമ കൊടുക്കണം. നിങ്ങൾക്ക് ആരും പേരുണ്ടോ? അല്ല അച്ഛൻ. അച്ഛനെ കിട്ടിയത് ആരെ പറയണം? അപ്പൊ മനസ്സിലാവും. അമ്മ പടി മാവിനുള്ള പട്ടിയത്. തുറന്ന് അപ്പൊ അച്ഛൻ വന്നത് നമുക്ക് എനിക്കാണെന്ന് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയത് മണി 500 bucks. നാളത്തേക്ക് കണക്കാക്കാം. നമ്മളെല്ലാരും 200 രൂപയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു. അത് നീ വാങ്ങിച്ച ഞാൻ 1300 രൂപ. ഇനി അമ്മ. അമ്മയ്ക്കൊപ്പം ഇനി ആരാണ്? അച്ഛൻ. ഇത് വേറെ അച്ഛൻ പറഞ്ഞിരുന്ന കണ്ണാടി ആർക്ക് വേണം? നേരത്തെ വീഡിയോ എടുത്തത് സ്ലോ മോഷൻ. ചേച്ചി വീഡിയോ വിധിക്ക് തന്നത് സ്ലോ മോഷൻ. ഷോർട്ടിലിട്ട് സ്പീഡാക്കിയത്. നമ്മള് പറഞ്ഞില്ല ആരെ കപ്പിൾസിന്റെ ഫോട്ടോ വെക്കുന്നത്. അപ്പുറത്ത് ലക്ഷ്മി ആദ്യം വാങ്ങിച്ച അച്ഛൻ ഷർട്ട് തൂക്കിയതായിരുന്നു. ഞാൻ പറഞ്ഞു മകത്തിന്റെ ഗിഫ്റ്റ് കണ്ണാടി കൊടുക്കാറ്. ഒരു കണ്ണാടി വെച്ച് കൊടുക്കാറ്. കണ്ണാടി കൊച്ചു പിള്ളേരല്ലേ വെക്കുന്നത്. ആ കണ്ണാടിയല്ല, എവിടെയെങ്കിലും പോകാൻ മൂന്ന് നോക്കണ കണ്ണാടി വെച്ച് കൊടുക്കാറ്. അങ്ങനെല്ലാം തന്നിരുന്നെങ്കിൽ ചെല്ലക്കുട്ടി. എന്നെയാണ് പബ്ലിക് നോക്കുന്നത്. വാ ഡാഡി ലൈറ്റ് കേട്ടു. ഫോട്ടോ വെച്ചിട്ട് അമ്മ ആദ്യമായിട്ട് അച്ഛന് ഫോട്ടോ വെച്ചിട്ട് വീഡിയോ കണ്ണാടി USB ബോട്ട് ഇതായിരിക്കും. അച്ഛന് ലൈറ്റ് അടിച്ച് കണ്ണാടിയാണ്. ഇതായിരിക്കും ഇതാ. ഗോൾഡൻ സ്പാരോയിൻ. മറ്റേ വലിയ മറ്റേ ചാർജ്. അതിന്റെ അകത്ത് ഒരാൾ ആ ഫോട്ടോ മാറ്റാൻ പറ്റും നമുക്ക്. ഫോട്ടോ ഇല്ല, അതിന്റെ അകത്തുള്ള ഫോട്ടോ നമുക്ക് മാറ്റാം. ഫോട്ടോ മാറ്റാം. ഹാർട്ട് ഷേപ്പിൽ വെട്ടി ഒട്ടിച്ചാൽ മതി. ഒരു കറങ്ങി ചെയ്താൽ മതി. ഇത് അടച്ചിട്ടിരിക്കുമ്പോ കണ്ണാടി ആയിട്ട് ഉപയോഗിക്കാം. നോക്കാൻ പറ്റില്ല അവിടെ. ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റുമോ? ബാറ്ററി
താങ്കോ ബാറ്ററി ഉണ്ടല്ലോ. അപ്പൊ ഓക്കെ ഇത് എന്റെ എല്ലാം വെച്ച ശേഷം അങ്ങനല്ല ഇങ്ങനെ ആക്കിടാ ഇങ്ങനെ വിരലുണ്ട് ആ ആക്ക് സൗണ്ട് ഇട് ഇവിടെ ഇങ്ങോട്ടോ പറന്നോ ഇങ്ങോട്ടോ സ്പൈഡർമാൻ ബൊമ്മയും കൂടെ എടുത്തു. അമ്മേ നോക്ക്. അമ്മ പറയാം കുറച്ചുകൂടെ വേണ്ട വന്നു. എങ്ങനെയുണ്ട്? ബാക്കി കെട്ടിക്കൊടുക്കും. ഇനി എവിടെയെങ്കിലും പോകുമ്പോ ഇവിടെ വിട്ട് തരാൻ പറയാറുണ്ട്. കള്ളിയുണ്ടാ ആവട്ടോ ഇനി സ്പൈഡർമാന്റെ ആക്ഷൻ കാണിച്ചു കേട്ടോ. ആ പറഞ്ഞോ. ഉണ്ണിക്കുറി ഇവിടെ അവസാനിച്ചിരിക്കേണ്ട ആ ഓക്കെ